ഹായ് ഓൾ, റീൻസ്'talkലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഹെന്ന വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരാൾക്ക് ഉള്ള ഹെന്നയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ല സ്ട്രോങ് ഉള്ള ചായപ്പൊടി ആയിരിക്കണം. അതിൽ 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇടുക. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം ചൂടാറാൻ വെക്കുക. പല ആൾക്കാരും പല രീതിയിലാണ് ഹെന്ന ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഹെന്ന ഉപയോഗിക്കുന്നത്. അതിനായി ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് നല്ലത്. അതാകുമ്പോൾ നമ്മുടെ ഹെന്നയ്ക്ക് കുറച്ചുകൂടി ഡാർക്ക്നെസ് കിട്ടും. അതിനുവേണ്ടിയാണ് ഇരുമ്പിൻ്റെ ചീൻചട്ടി തന്നെ ഉപയോഗിക്കുന്നത്. മൈലാഞ്ചി പൊടി 2 ടേബിൾ സ്പൂൺ, ചെമ്പരത്തി ഇലയുടെ പൊടി 2 ടേബിൾ സ്പൂൺ, നെല്ലിക്കയുടെ പൊടിയും 2 ടേബിൾ സ്പൂൺ. ഈ 3 പൊടികളും ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അടുത്തതായി ചേർക്കുന്നത് നല്ല കട്ട തൈരാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ ചേർക്കാൻ പോകുന്നത് ചെറുനാരങ്ങയുടെ നീര്. അതും ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഞാനിതിൽ ചേർക്കുന്നത്. പിന്നെ ഒരു മുട്ട. അത് മുട്ടയുടെ മഞ്ഞ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എനിക്ക് അങ്ങനെ ഒരു സ്മെല്ല് വരുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനത് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്, മുട്ടയുടെ ഫുൾ. പിന്നെ എല്ലാം നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഇതുപോലെ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം മുകളിൽ വെച്ചതിന് ശേഷം ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാം. ഇത് രാത്രി ചെയ്ത് ഈ മിക്സൊക്കെ രാത്രി ആക്കി വെച്ചിട്ട് രാവിലെ സമയം കിട്ടുമ്പോൾ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കണ്ടോ, 12 മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ഈ കാസ്റ്റ് അയൺ ഇരുമ്പ് ചട്ടിയുടെ അംശം ഇതിലെങ്ങനെ വന്ന് ഇതിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ചായി. ഇനി ഇത് മുടിയിൽ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ മുടിയൊന്ന് കഴുകി കളയുക. ഞാൻ അപ്ലൈ ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊന്നും നമുക്ക് ശരിയാവില്ല. ഞാൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം മുടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, അതായത് ഹെന്ന ഇട്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടി കഴുകുന്നത്, ഷാമ്പു കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. പിന്നെ എങ്ങനെയാണ് കഴുകുക എന്ന് വെച്ചാൽ, ചെമ്പരത്തിയുടെ ഇല അത് വെള്ളത്തിലിട്ടിട്ട് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഷാമ്പൂവിൻ്റെ ഒരു ഫീലിങ്സ് എന്തായാലും വരും. പിന്നെ എല്ലാവർക്കും ചെമ്പരത്തിയുടെ ഇല കിട്ടണമെന്നില്ല. അത് നമുക്ക് മാർക്കറ്റിൽ ഈ ചെമ്പരത്തിയുടെ താളി പറഞ്ഞിട്ട് കിട്ടും. അത് ഉപയോഗിച്ച് കഴുകിയാലും ഏറ്റവും നല്ലതാണ്. പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ മുടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന 2-3 പൊടികൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം മൈലാഞ്ചി ഇല 2-3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത്. പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക ചെറിയ ചെറിയ പീസുകളാക്കി വെയിലത്ത് ഒരു 2-3 ദിവസമെങ്കിലും വെയിലത്ത് വെക്കണം. നല്ല വെയിൽ വേണം, അപ്പോഴേ അത് ശരിക്കും പൊടിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ 3ാമത്തെ പൊടി പറയുന്നത് ചെമ്പരത്തി ഇലയാണ്. ചെമ്പരത്തി ഇലയും ഞാൻ 2-3 ദിവസം വെയിലത്ത് വെച്ച് നല്ലതുപോലെ പൊടിച്ചെടുത്തു. ഇതിൽ ചെമ്പരത്തി ഇലയും മൈലാഞ്ചി ഇലയും നല്ലൊരു ഡബ്ബയിലിട്ട്, വായു കടക്കാത്ത ഡബ്ബയിലിട്ട് വിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയോളം കേടുകൂടാതെ നമുക്കത് ഉപയോഗിക്കാം. നല്ലൊരു സോഫ്റ്റ്നെസ്, എന്താ പറയുക, ശരിക്കും നല്ല സോഫ്റ്റ്നെസ് ആണ് മുടിക്ക്. ഇതിപ്പം ഞാൻ മാസത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. വേണ്ടുന്നവർക്ക് 1-2 പ്രാവശ്യം, മാസത്തിൽ തന്നെ 1-2 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ ബൈ. ലവ് യു ഓൾ.